നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ കെ എ, കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ്. ഇന്നത്തെ ഈ വെബിനാറിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്കരോഗത്തെക്കുറിച്ചാണ്. പ്രധാനമായും ഈ രോഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഈ രോഗം എങ്ങനെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ രോഗം എങ്ങനെ ചികിത്സിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് സ്വാഗതം. ക്രോണിക് കിഡ്നി ഡിസീസ് എന്തുകൊണ്ട് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു അസുഖമാണ് എന്നതിൻ്റെ ഉത്തരം, ഇത് വളരെയധികം സർവ്വസാധാരണമായ ഒരു അസുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ പഠനപ്രകാരം ഏകദേശം 15% ആളുകൾ ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്കരോഗങ്ങൾ ഉള്ള ആളുകളാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. വൃക്കകൾക്ക് ഫലപ്രദമായി പ്രവർത്തനം നടത്തുവാൻ കഴിയാത്ത കുറേ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥായിയായ ഒരു അവസ്ഥയാണ് ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്കസ്തംഭനം. വൃക്കരോഗങ്ങളെ പൊതുവെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. താൽക്കാലികമായി വരുന്ന വൃക്കരോഗങ്ങൾ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആൻഡ് മറ്റൊന്നാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ഡെഫിനീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൃക്കകളുടെ ഘടനയിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ 3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന വ്യതിയാനങ്ങൾ, അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യതിയാനങ്ങളെയാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. KDIGO എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. വൃക്കകളുടെ പ്രവർത്തനം സാധാരണയായി നമ്മൾ അളക്കുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അഥവാ GFR ഉപയോഗിച്ചാണ്. ഒരു വ്യക്തിയുടെ GFR 60 ml താഴ്ന്നു നിൽക്കുക, അത് 3 മാസത്തിലധികം 60 ml കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. ഇതുകൂടാതെ മൂത്രത്തിൽ ആൽബുമിൻ്റെ അളവ് കൂടുക, അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം സ്ഥിരമായി നിലനിൽക്കുക, വൃക്കകളുടെ പ്രവർത്തനക്കുറവ് മൂലം ശരീരത്തിലെ സോഡിയം, പൊട്ടാഷ്യം തുടങ്ങിയ ലവണങ്ങളുടെ അവസ്ഥയിൽ സ്ഥായിയായ വ്യതിയാനങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ വൃക്കകൾക്ക് ചുരുക്കം സംഭവിക്കുക, അല്ലെങ്കിൽ വൃക്കകളുടെ ബയോപ്സിയിൽ ചില മാറ്റങ്ങൾ കണ്ടുപിടിക്കുക. ഇതുകൂടാതെ വൃക്ക മാറ്റി വെച്ച രോഗികളെ കൂടി ക്രോണിക് കിഡ്നി ഡിസീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായും വൃക്കരോഗ നിർണയത്തിന് ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് 2 ടെസ്റ്റുകളാണ്. ഒന്ന് GFR അതായത് ഗ്ലോമറൽ ഫിൽട്രേഷൻ റേറ്റ്. സാധാരണ ഇത് GFR കണ്ടുപിടിക്കാൻ ഒരുപാട് ടെസ്റ്റുകൾ നിലവിലുണ്ട്. പക്ഷെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ക്രിയാറ്റിൻ ഉപയോഗിച്ച് GFR നോക്കുകയാണ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ വളരെ കോമൺ ആയിട്ട് എല്ലാ ലാബുകളിലും തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് സാധാരണയായി നമ്മൾ എസ്റ്റിമേറ്റഡ് GFR ഒരു ഫോർമുല ഉപയോഗിച്ച് ഇതിൽ നിന്ന് നമുക്ക് GFR കണ്ടുപിടിക്കാൻ കഴിയും. GFRനോട് കൂടെ എപ്പോഴും വേണ്ട ഒരു ടെസ്റ്റാണ് മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവ്. ഇത് കണ്ടുപിടിക്കുന്നതിന് ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ അല്ലെങ്കിൽ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ മുതലായ ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 ടെസ്റ്റുകളും വൃക്കരോഗ നിർണയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനി ഈ GFR അതായത് വൃക്കകളുടെ പ്രവർത്തനത്തിൻ്റെ തോതനുസരിച്ച് ഇതിനെ 5 സ്റ്റേജുകളായി വിഭജിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം വരുന്നത് സ്റ്റേജ് 1 ആണ്. ഇതിൽ GFR 90 ml മുകളിലാണ്. രണ്ടാമത്തെ സ്റ്റേജ് GFR 60-നും 89-നും ഇടയിലുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേജിനെ 3A 3B എന്ന് രണ്ടായി തിരിച്ചിട്ടുണ്ട്. 3A എന്ന് പറയുന്നത് 45-നും 59-നും ഇടയിലും, B എന്ന് പറയുന്നത് 30 മുതൽ 44 വരെയുമാണ്. അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയുമായ സ്റ്റേജ് GFR 15 ml-നും താഴെയായിരിക്കും. അപ്പോൾ ഈ ഒരു 5-ാമത്തെ സ്റ്റേജിലാണ് മിക്കപ്പോഴും നമുക്ക് ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ ചികിത്സകൾ രോഗികൾക്ക് ആവശ്യമായി വരുന്നത്. ഇതുകൂടാതെ ആൽബുമിനൂറിയ അതായത് മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവിനെയും അതിൻ്റെ തീവ്രത അനുസരിച്ച് 3ആയി തരംതിരിച്ചിട്ടുണ്ട്. A1, A2, A3. A1 എന്ന് പറഞ്ഞാൽ <30 മില്ലിഗ്രാമിൽ താഴെ, A2 എന്ന് പറഞ്ഞാൽ 30 മുതൽ 300 വരെ, അതിന് മുകളിലോട്ട് A3. അപ്പോൾ ഇത് ഓരോന്നും സ്റ്റേജ് വർദ്ധിക്കുന്നതനുസരിച്ച് രോഗിയുടെ അസുഖത്തിൻ്റെ തീവ്രത വർദ്ധിക്കുന്നു, അതുമൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നു. തുടക്കത്തിൽ തന്നെ നമ്മൾ വൃക്കരോഗ നിർണയം ചെയ്തു കഴിഞ്ഞാൽ
GFR കാൽക്കുലേറ്റ് ചെയ്യണം, ആൽബുമിൻ നോക്കണം. ഈ 2 ഘടകങ്ങളും ഉപയോഗിച്ച് രോഗി ഏത് റിസ്ക് കാറ്റഗറിയിലാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് തുടർന്ന് അങ്ങോട്ടുള്ള ചികിത്സയും മറ്റ് പ്ലാനിങ്ങുകളും എല്ലാം തീരുമാനിക്കും. എന്തൊക്കെയാണ് വൃക്ക ലോകത്തിൻ്റെ നമ്മുടെ വൃക്ക ഒരുപാട് ധർമ്മങ്ങളുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ ശരീരം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്ഷീണം. രണ്ടാമത്, ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് കൂടുക. വൃക്കകൾ ശരീരത്തിൽ അധികമുള്ള ജലാംശം പുറത്തോട്ട് കളയുന്ന ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് കൂടും. ഇത് നീരായിട്ട് നമ്മൾ കണ്ണിന് ചുറ്റും, മുഖത്ത്, കാലിൽ, വയറിൽ, അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നീര് വരും. ഈ നീര് വരുമ്പോൾ അത് ശ്വാസകോശത്തിലേക്ക് കൂടെ വരുമ്പോൾ അക്യൂട്ട് പൾമണറി എഡേമ എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കും ചിലപ്പോൾ എത്തും. വേറെ ഒരു ലക്ഷണങ്ങളാണ് മൂത്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. മൂത്രത്തിൽ കാണപ്പെടുന്ന പത. ഒരു പക്ഷേ ചില വൃക്കരോഗങ്ങളുടെ ആദ്യത്തെ ലക്ഷണം അതായിരിക്കും, കൂടുതലായി മൂത്രത്തിൽ പത കാണുന്നത്. രണ്ടാമത്, മൂത്രത്തിൻ്റെ ആവൃത്തിയിൽ, അതായത് മൂത്രമൊഴിക്കുന്ന എണ്ണം കൂടുക, പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ കൂടുതൽ മൂത്രം പോവുക. ചിലപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയാം. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ മൂത്രത്തിലെ രക്തത്തിൻ്റെ നിറം കാണുക, അല്ലെങ്കിൽ കട്ടൻ ചായയുടെ നിറം വരിക, അങ്ങനെ ഇതൊക്കെയാണ് മൂത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ശ്വാസം മുട്ടൽ വരാം. പിന്നെ വേറൊരു തരം ലക്ഷണങ്ങളാണ് നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോൾ കാര്യമായിട്ട് വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, ചിലപ്പോൾ വയറിളക്കം, ഇതുപോലെയുള്ള ലക്ഷണങ്ങളും കാണപ്പെടാറുണ്ട്. ഇതുകൂടാതെ ഉറക്കക്കുറവ് വരാം, മസിൽ ക്രാംസ് അഥവാ പേശി വലിവ് വരാം. ഇത് ചിലതരം വൃക്കരോഗങ്ങളിൽ തുടക്കത്തിൽ തന്നെ കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ്. പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ടും മസിൽ ക്രാം, പേശി വലിവ് അനുഭവപ്പെടുക. പിന്നെ ചൊറിച്ചിൽ, ശരീരമാസകലമുള്ള ചൊറിച്ചിൽ. ഇങ്ങനെ പലതരം ലക്ഷണങ്ങളാണ്. എന്തുകൊണ്ടാണ് വൃക്കരോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം കൂടുതൽ ഉണ്ടാവുന്നത് എന്ന് ഒന്നുകൂടെ നോക്കാം. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് തന്നെയാണ്. അതിലെ ഏറ്റവും പ്രധാനം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഒബീസിറ്റി. ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വൃക്കരോഗങ്ങളുടെ കാരണങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി എന്നീ അസുഖങ്ങൾ, അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങളുടെ അളവ് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലി വൃക്കരോഗങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇത് കൂടാതെ പുകവലി, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള വേദന സംഹാരികളുടെ ഉപയോഗം, ചിലപ്പോൾ വൃക്കകളിലെ കല്ല്, പാരമ്പര്യമായ ചില വൃക്കരോഗങ്ങൾ, ചില ഓട്ടോ ഇമ്മ്യൂൺ, അതായത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാകുന്ന വൃക്കരോഗങ്ങൾ, ഇതെല്ലാം വൃക്കരോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇനി എങ്ങനെയാണ് വൃക്കരോഗത്തെ നേരത്തെ കണ്ടെത്തുവാൻ കഴിയുന്നത്? ഞാൻ നേരത്തെ വൃക്കരോഗത്തിൻ്റെ പലതരം ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ വൃക്കരോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഈ ലക്ഷണങ്ങളൊന്നും നമുക്ക് തുടക്കത്തിൽ കാണപ്പെടുകയില്ല എന്നുള്ളതാണ്. അതായത് വൃക്കരോഗത്തിൻ്റെ ഈ നേരത്തെ സ്റ്റേജുകൾ പറഞ്ഞു. തുടക്കത്തിലുള്ള സ്റ്റേജുകളിൽ ഒരു ലക്ഷണവും രോഗിക്ക് ഉണ്ടാകില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥായിയായ വൃക്കരോഗം വളരെ പതുക്കെ വരുന്ന ഒരു അസുഖമാണ്. അത് വളരെ പതുക്കെയാണ് അത് കൂടിക്കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഇതിനോട് പൊരുത്തപ്പെടാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിൻ്റെ ഈ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കാരണം പല ലക്ഷണങ്ങളും ശരീരം അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു ലക്ഷണങ്ങളെക്കാൾ ആണെന്ന് നമുക്ക് തോന്നില്ല. നമ്മളതൊരു നോർമലായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ചില ലക്ഷണങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായി ജോലി ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടോ, അങ്ങനെ അത് നോർമലി നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചാണ് എന്ന രീതിയിൽ നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ ആരും ശ്രദ്ധിക്കാതെ പോകും. രണ്ടാമത്തെ കാര്യം, ഈ പല ലക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ പേശി വലിവ്, അല്ലെങ്കിൽ രാത്രിയിൽ കൂടുതൽ മൂത്രം പോകുന്നത്, മൂത്രത്തിൽ പത വരുന്നത്, ഇങ്ങനെ അസുഖങ്ങളൊന്നും ഒരു വൃക്കരോഗത്തിൻ്റെ ലക്ഷണമാണ് എന്നത് നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അറിവില്ലായ്മ കാരണവും പലപ്പോഴും വൃക്കരോഗ നിർണയം
വൈകിപ്പോകാറുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ വൃക്കരോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഷുഗർ, പ്രഷർ തുടങ്ങിയ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രണ്ട് ലക്ഷണങ്ങളും ചിലപ്പോൾ ഷുഗറിൻ്റെ ലക്ഷണമോ പ്രഷറിൻ്റെ ലക്ഷണവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് പലപ്പോഴും ഇത് വൃക്കരോഗം അതിനിടയിലൂടെ ആരംഭിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല. തുടക്കത്തിൽ ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വൃക്കരോഗ നിർണയം നടത്തണമെങ്കിൽ ലാബ് ടെസ്റ്റുകളിലൂടെ മാത്രമേ തുടക്കത്തിൽ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഈ വൃക്കരോഗ നിർണയം നടത്തുന്നത്? വൃക്കരോഗ നിർണയം തുടക്കത്തിൽ നടത്താൻ വളരെ ലളിതമായ 2 ലാബ് ടെസ്റ്റുകൾ ആവശ്യമുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിറം ക്രിയാറ്റിൻ, യൂറിൻ, മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവ് ടെസ്റ്റ് ചെയ്യുക. ഈ 2 ടെസ്റ്റുകളിലൂടെയാണ് വൃക്കരോഗ നിർണയം നടത്തുന്നത്. ഇനി എന്താണ് ഈ വൃക്കരോഗം നേരത്തെ കണ്ടുപിടിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വൃക്കരോഗ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇത് തന്നെയാണ്. നേരത്തെ വൃക്കരോഗം കണ്ടുപിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വൈകിയ വേളയിൽ വൃക്കരോഗം കണ്ടുപിടിക്കുമ്പോൾ അത് ചികിത്സിച്ച് മാറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനോ അല്ലെങ്കിൽ വൃക്കരോഗം കൂടുന്നത് തടയാനോ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകും. അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വൃക്കരോഗം നേരത്തെ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചാലുള്ള അഡ്വാൻറ്റേജ്, ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇതാണ്: നമുക്ക് ഫലപ്രദമായ ചികിത്സാ രീതികൾ ഉപയോഗിക്കണമെങ്കിൽ വൃക്കരോഗം നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായി നമുക്ക് ACE ഇൻഹിബിറ്റർ, ARB എന്ന് പറയുന്ന ഗുളികകൾ വൃക്കരോഗം തടയുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. SGLT2 ഇൻഹിബിറ്റേഴ്സ്, ഫിനറിനോൺ, ഇങ്ങനെ വളരെയധികം ഉപകാരപ്രദമായ വൃക്കരോഗത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഫലപ്രദമായ മരുന്നുകൾ ഇന്ന് ഉണ്ടെങ്കിലും ഇതെല്ലാം തുടക്കത്തിൽ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ മാത്രമേ അതിന് വേണ്ടത്ര എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായത്, നമുക്ക് ഈ വൃക്കരോഗം ഉണ്ട് എന്ന് നേരത്തെയുള്ള ഒരു അറിവ് രോഗിക്കുണ്ടായാൽ അത് കൂടുതൽ ഒരു അവബോധം, വൃക്കരോഗം തടയാതിരിക്കാനും മൂർച്ഛിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാകും. അതായത് എങ്ങനെയാണ് നമ്മൾ വൃക്കരോഗങ്ങൾ തടയുന്നത്? പ്രധാനമായും പിന്നെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക, ഷുഗർ, പ്രമേഹത്തിൻ്റെ നിയന്ത്രണം, വെയിറ്റ് കുറയ്ക്കുക, പിന്നെ പുകവലി ഉപേക്ഷിക്കുക, വ്യായാമം ചെയ്യുക, ബാലൻസ് ഡയറ്റ് കഴിക്കുക, ഒരു വൃക്കകളുടെ പ്രവർത്തനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുക, വേദന സംഹാരികൾ മുതലായ വൃക്കകൾക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധിക്കണമെങ്കിൽ വൃക്കരോഗം ഉണ്ട് എന്നുള്ള ഒരു അറിവ് അത്യാവശ്യമാണ്. മൂന്നാമതായി, നമുക്ക് വൃക്കരോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. ഉദാഹരണത്തിന് രക്തക്കുറവ് അഥവാ അനീമിയ വൃക്കരോഗത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. അതായത് രക്തം ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായ എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ വൃക്കയിൽ നിന്നാണ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കാരണം അനീമിയ വരുന്നു. അപ്പോൾ പലപ്പോഴും ഈ അനീമിയ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ പോലും അത് വൃക്കരോഗം കാരണമാണ് എന്നറിയാത്തതിനാൽ വേണ്ട രീതിയിലുള്ള ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല. വേറൊരു കോംപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ CKD, മിനറൽ ബോൺ ഡിസീസ്, അതായത് എല്ലുകളുടെ ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ലവണങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അത് രക്തക്കുഴലിൽ ഉണ്ടാക്കുന്ന ഡാമേജ്, പാരാതൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന വ്യത്യാസം, ഇതെല്ലാം നേരത്തെ കണ്ടുപിടിച്ച് കൃത്യമായ രീതിയിൽ ചികിത്സിച്ചാൽ രോഗിക്ക് വളരെയധികം രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും പിന്നീടുണ്ടാകുന്ന വലിയ അതായത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള വലിയ കോംപ്ലിക്കേഷൻസ് തടയുന്നതിനും സാധിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം നേരത്തെ നമ്മൾ അറിഞ്ഞാലും കൃത്യമായി മോണിറ്റർ ചെയ്താലും മാത്രമേ ഈ ചികിത്സകളെല്ലാം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു രോഗനിർണയം കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര മാസങ്ങൾ കഴിയുമ്പോഴാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര മാസം കൂടുമ്പോഴാണ് ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതും ഡോക്ടറെ കാണേണ്ടതും, ഇതിനെല്ലാം വ്യക്തമായ ഗൈഡ് ലൈൻസ് നമ്മുടെ KDIGOയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് നമ്മുടെ ഡോക്ടറുടെ നെഫ്രോളജിസ്റ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായി ഇപ്പോൾ ചിലപ്പോൾ 6 മാസത്തിലായിരിക്കാം, 3 മാസത്തിലായിരിക്കാം, കൂടുതൽ സീരിയസ് ആയ അവസ്ഥയിലെത്തിക്കുമ്പോൾ മാസത്തിലും അതിലും കുറവായിരിക്കാം, ഡോക്ടറുടെ അടുത്ത് പോവുകയും വേണ്ട ടെസ്റ്റുകൾ ചെയ്യും. അതിനനുസരിച്ച് മരുന്നുകളും ഭക്ഷണങ്ങളും നമ്മുടെ ജീവിത രീതികളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യുവാനും സാധിക്കുന്നു.
ഇനി നേരത്തെ വൃക്കരോഗം കണ്ടെത്തുകയും കൃത്യമായ ഒരു നെഫ്രോളജി ഫോളോ അപ്പ് ഉറപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഈ വൃക്കരോഗത്തിൻ്റെ സങ്കീർണതകൾ, കോംപ്ലിക്കേഷൻസ്, നേരത്തെ പറഞ്ഞ അനീമിയ, CKD, അതുപോലെയുള്ള കോംപ്ലിക്കേഷൻസുകൾ തടയാൻ സാധിക്കുന്നു. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് തടയുമ്പോൾ ഒന്ന്, നമ്മുടെ രോഗിയുടെ രോഗലക്ഷണങ്ങൾ കുറയുന്നു. ഈ കോംപ്ലിക്കേഷൻസ് മൂലം ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരാം, അത് ഒഴിവാക്കപ്പെടുന്നു. ചിലപ്പോൾ സീരിയസ് ആയ പല കോംപ്ലിക്കേഷൻസ്, നേരത്തെ പറഞ്ഞ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ഒരു എല്ല് പൊട്ട്, അങ്ങനെ അതുപോലെ വലിയ വലിയ കോംപ്ലിക്കേഷൻസുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പല കോംപ്ലിക്കേഷൻസുകളും നമുക്ക് തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് രോഗിയുടെ ജീവിത ഗുണമേന്മ, അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നു, ഈ കോംപ്ലിക്കേഷൻസ് നേരത്തെ കണ്ടെത്താനും അതിനെ തടയുവാനും ചെയ്യുന്ന വഴി. മൂന്നാമത്, നമ്മൾ നേരത്തെ തന്നെ രോഗം കണ്ടെത്തുമ്പോൾ നമുക്ക് ആ ചികിത്സകളുടെ ക്രമീകരണം വ്യക്തമായി ചെയ്യാൻ കഴിയും. അതായത് രോഗലക്ഷണങ്ങൾ അനുസരിച്ച് മരുന്ന് ഉപയോഗിക്കാനും ഈ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടെ മുന്നോട്ട് പോകുവാനും കഴിയുന്നു. ഇനി ഏറ്റവും അവസാനം നമ്മൾ രോഗം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ ഒരു ഫോളോ അപ്പിലാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊരു തീരുമാനം വളരെ നേരത്തെ തന്നെ എടുത്ത് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ ചെയ്യാൻ കഴിയുന്നു. ഉദാഹരണത്തിന്, ഒരു 5ാമത്തെ സ്റ്റേജിലുള്ള രോഗിക്ക് ഡയാലിസിസ് ആവശ്യമായി വരും എന്നൊരു ഡോക്ടർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഡയാലിസിന് ആവശ്യമായ ചില പ്രിപ്പറേഷനുകൾ നേരത്തെ തന്നെ ചെയ്തു വെക്കാൻ കഴിയും. അത് മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് രോഗിക്കൊരു വാസ്കുലർ ആക്സസ്, ഒരു ഫിസ്റ്റുല സർജറി ചെയ്യേണ്ടതുണ്ട്, രോഗിക്ക് ചില വാക്സിനേഷൻസ് എടുക്കാനുണ്ട്, രോഗിക്ക് ഡയാലിസിസ് സെൻറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇതുകൂടാതെ നോൺ മെഡിക്കലായിട്ടുള്ള രോഗിയുടെ ജോലി, രോഗിയുടെ വീട്ടിലെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട സമയം നേരത്തെ തന്നെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രാഷ് ലാൻഡിങ്, ഒരു എമർജൻസി ഡയാലിസിസ് അല്ലെങ്കിൽ ഒരു ICU അഡ്മിഷൻ ഒഴിവാക്കപ്പെടുന്നു. പെട്ടെന്നൊരു ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യകത എല്ലാം നേരത്തെ തന്നെ അറിയുന്നതുകൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് അപകടകരമായ പല കോംപ്ലിക്കേഷൻസിലും ഒഴിവാക്കി വളരെ സ്മൂത്തായിട്ടൊരു ട്രാൻസിഷൻ സാധ്യമാക്കാൻ ഈ ഒരു നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും പ്ലാനിങ് ചെയ്യുകയും വഴി കഴിയും. ഇതേപോലെ തന്നെയാണ് ഒരു രോഗിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഡോണറെ കണ്ടെത്താം, ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങാം. അതിൻ്റെയും ബാക്കി വശങ്ങളെല്ലാം നേരത്തെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തു വെക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു വൃക്കരോഗം നേരത്തെ കണ്ടെത്തേണ്ടതിൻ്റെയും ചികിത്സിക്കേണ്ടതിൻ്റെയും കൃത്യമായ ഒരു ഫോളോ അപ്പിൻ്റെയും ആവശ്യം. അപ്പോൾ വൃക്കരോഗം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആളുകൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു വൃക്കരോഗത്തെ നമുക്ക് ഫലപ്രദമായി തടയാൻ കഴിയും. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളാണ് രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ ഒരു 3 ജീവിതശൈലി രോഗങ്ങളെയും കൃത്യമായി നിയന്ത്രിക്കുക, വൃക്കരോഗങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുക, അഥവാ വന്നു കഴിഞ്ഞാൽ കൃത്യമായുള്ള ചികിത്സ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ചെറിയ ശതമാനം വൃക്കരോഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും. പലപ്പോഴും നമുക്കത് തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാനും കഴിയും. അപ്പോൾ വളരെയധികം കോംപ്ലിക്കേഷൻസുകളും ഇത് നമുക്ക് തടയുവാൻ കഴിയുന്നത് വഴി ഏറ്റവും പ്രധാനമായി രോഗിയുടെ ജീവിത ഗുണമേന്മ, അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് ഈ ഒരു വെബിനാറിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.